ഹായ് ഓൾ, നമുക്ക് നേരെ കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കിടക്കാവേ. ആദ്യം തന്നെ കുർത്തിയുടെ ബാക്കിൽ നമുക്ക് ടക്കിടാം. ഫസ്റ്റ് തന്നെ ടക്കിടാം. അതിൻ്റെ സെൻറ്ററിലായിട്ട് നേരെ ഒരു വരയിട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് 10 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തുക. ആ 10 പോലെ തന്നെ നേരെ താഴെ 18 ഒരു വരയിട്ട് കൊടുക്കണം. എന്നിട്ട് സെൻറ്ററിൽ 4 ഇഞ്ച് വെച്ചിട്ട് അപ്പുറത്ത് 8 അടയാളപ്പെടുത്തുക, ഇവിടെ 4 അടയാളപ്പെടുത്തുക. ടോട്ടൽ 8 ഇഞ്ചാണ് വീതിയെ, നടുക്ക് 4 വരണം. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും അടയാളപ്പെടുത്തി ഒരു സ്ട്രെയിറ്റ് വരയിട്ട് കൊടുക്കുക. ഇനി അത് ടക്കടിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അതുപോലെ ഒരു 4 ഇഞ്ച് വീതിക്ക് ടക്കടിച്ച് കൊടുക്കുക. ടക്ക് അടയാളപ്പെടുത്തി നമ്മൾ ചോക്ക് കൊണ്ട് ടേപ്പ് കൊണ്ട് അടയാളപ്പെടുത്തി വരച്ചതിന് ശേഷം മാത്രമേ ടക്ക് വരയ്ക്കാവുള്ളൂ. എളുപ്പത്തിന് വെറുതെ ഒന്നൊരു സെൻറ്ററിൽ വരച്ചാൽ നമുക്ക് ടക്കിൻ്റെ അളവ് കറക്റ്റ് ആകത്തില്ല. അങ്ങനെ ബാക്കിൻ്റെ ടക്കടിച്ച് കഴിഞ്ഞ് ഇനി അത് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസ്, അതിൻ്റെ അകം ഭാഗത്തോട്ട് നമ്മൾ പടി അടിച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. ആ പടി വെക്കുന്നത് അകം ഭാഗം ടോപ്പിൻ്റെയും പടിയുടെ നല്ല ഭാഗം കൂടി വെച്ചാണ് അടിക്കേണ്ടത്. ഒരു 4 ഇഞ്ച് വീതിക്ക് വേണേൽ അടിച്ച് വിടാൻ, ഏറ്റവും താഴെ വരെ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വിടുക. എന്നിട്ട് അതിന് പുറംകാണി അടിക്കണം. അങ്ങനെ ഫ്രണ്ട് വശത്തിൻ്റെ 2 ഭാഗങ്ങളും ഇതുപോലെ പടിയടിച്ച് പിടിപ്പിക്കണം. ഇതുപോലെ അടിച്ച് പിടിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഫ്രണ്ട് വശത്തെ വീതി കുറഞ്ഞു പോകുന്നുള്ള പേടി വേണ്ടേ. അതിനുശേഷം ഇത് കണ്ടോ, ഇതുപോലെ ഒരു കറക്റ്റ് 2 വശത്തെ പടിയും ഒരേ വീതിയിലാകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചു മറിക്കണേ. അങ്ങനെ 2 അടിച്ചു. ഇനി ഇതിൻ്റെ ഈ ഇടതുവശത്തെ പീസ് എടുത്ത് വലതുവശത്തെ ആ ഒരു പീസിലേക്ക് വെക്കണം. കറക്റ്റ് വെച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഒരു 8 ഇഞ്ച് അടയാളപ്പെടുത്തണം. അത് നമ്മൾ ഈ ഫ്രണ്ട് ഇങ്ങനെ ഓപ്പൺ വരുന്ന ഭാഗമാണ്. അത്രയേ തല കടക്കാൻ വേണ്ടിയാണ് ഒരു 8 ഇഞ്ച് ഇറക്കത്തിലടിച്ചിട്ട് പിന്നെ താഴെ വരെ ഒരുപോലെ അടിച്ചു കൊടുക്കണം. ഒരു 2 സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഏറ്റവും താഴെ നിന്ന് ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നമ്മൾ അടിപ്പ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ താഴെ ഒരു ചെറുതായിട്ടൊരു ഫ്രണ്ടിലൊരു ഓപ്പൺ വരുവേ. നമ്മൾ ഫ്രണ്ടിൽ ബട്ടൺസ് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഒരു അടിവശം അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 8 ഇഞ്ച് ഓപ്പൺ വരും. അപ്പം നല്ല ഭംഗിയായിരിക്കും അത്. ഇനി ഇങ്ങനെ 2ആക്കി മടക്കിയിടണം. ഈ മടക്കിയിടുമ്പോൾ ഈ മേൽഭാഗം വിട്ടു പോകാതെ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ നെക്കിൻ്റെ അകലം എടുക്കുന്നത് 3 ഇഞ്ച്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 12-1 കാണുമ്പോഴാണ് 3 ഇഞ്ച് കിട്ടുന്നത്. ഇത് 3.1 ഉണ്ടായിരുന്നു, എന്നാലും 3 ഇഞ്ച് മതി കോളറിലെ. ഇനി താഴോട്ടുള്ള ഇറക്കം 4 ഇഞ്ച് അടയാളപ്പെടുത്തണം. 4 ഇഞ്ച് താഴോട്ട് ഇറക്കും, വീതി 3 ഇഞ്ച്. എന്നിട്ടൊരു ബോക്സ് പോലെ വരച്ചെടുക്കണം. കോളറ് അകന്നു പോകരുത്. ഒരു 1.5 ഇഞ്ച് അതിൻ്റെ കോണിൽ നിന്ന് അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച് കോണിൽ നിന്ന് അടയാളപ്പെടുത്തിയിട്ട് ഫ്രണ്ട് ഏറ്റവും താഴേന്ന് മുകളിലേക്ക് ഇതുപോലെ ചെരിച്ചൊന്ന്, ഒത്തിരി അകന്നു പോകാതെ ഇതുപോലൊന്ന് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. ഇതാണ് ഫ്രണ്ട് ഭാഗം. അതങ്ങ് കട്ട് ചെയ്തെടുക്കണേ. ഇത് കട്ട് ചെയ്യുന്നതും വരയ്ക്കുന്നതും ഒക്കെ കാണുമ്പോൾ എന്തോ വലിയ പാടായിട്ട് തോന്നുന്നത്, ഏറ്റവും എളുപ്പമുള്ള ഒരു കട്ടിങ്ങാണ് ഇത്. ഇനി ബാക്ക് വശവും ഫ്രണ്ട് വശവും കൂടി നല്ല ഭാഗം ഇട്ടിട്ട് ഷോൾഡർ അടിച്ച് പിടിപ്പിക്കണം. ബാക്ക് ഫ്രണ്ടിൻ്റെ നല്ല ഭാഗം ഇടണേ. നല്ല ഭാഗം ഇട്ടേച്ച് ഷോൾഡർ അടിച്ച് പിടിപ്പിക്കണേ. ഇനി കോളർ മനസ്സിലായില്ലെങ്കിൽ ഞാൻ കോളർ മാത്രമായിട്ട് വീഡിയോ ഇടാവേ. കോളർ മാത്രം, ഒരു ചുരിദാർ കട്ട് ചെയ്യുന്ന ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ. ഒരു കോളർ മാത്രമായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെങ്കിലും ചുരിദാർ സ്റ്റിപ്പിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും അത് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും മാത്രം ഞാനൊരു വീഡിയോ ഇടാവേ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വശത്തെ ഓപ്പൺ ഭാഗത്തു നിന്ന് തുണി ഒരു അല്പം പോലും വലിച്ചു പിടിക്കരുത്. തുണി വലിക്കരുത്. ടേപ്പ് ഇച്ചിരി വലിച്ചു പിടിച്ചാലും വേണ്ടില്ല, വലിക്കരുതെങ്കിലും എങ്കിൽ പോലും തുണി ഒരു തുള്ളി പോലും വലിക്കാതെ അത് കറക്റ്റ് അളവ് നമ്മൾ അളന്നെടുക്കണം. വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോളർ വെക്കുന്ന അളവും ഈ തുണിയുടെ അളവും തമ്മിൽ വ്യത്യാസം വരും. ഒരു 4 ഇഞ്ചൊക്കെ വ്യത്യാസം വന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തുണി വലിക്കാതെ കറക്റ്റ് അളവ് അളന്നെടുക്കുക. ഇതിപ്പോൾ എനിക്ക് കോളർ കിട്ടിയേക്കുന്നത് 20.5 20.5 കോളറിൻ്റെ അളവ് കിട്ടിയേക്കുന്നത്. ഇനി ഇത് നമ്മൾ ചുരിദാർ സ്റ്റിപ്പിൽ, കോളർ സ്റ്റിപ്പല്ലേ, ചുരിദാർ സ്റ്റിപ്പാണ്. അതിലെങ്ങനെയാണ് വെട്ടിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 8 ഇഞ്ച് ഇറക്കം, 8 ഇഞ്ച് ഇറക്കത്തിലും വീതി 4.5 ഇഞ്ചും ഒരു കോളർ സ്റ്റിപ്പ് ഇതുപോലെ നമ്മൾ വെട്ടിയെടുക്കണം.
കറക്റ്റ് 4.5 ഇഞ്ച് മതി. പിന്നെ 20 കൂടുതലൊക്കെയാണ് കോളറെങ്കിൽ 8 എന്നുള്ളത് നിങ്ങൾക്ക് 9 ആക്കാവേ. 9 വെച്ചിട്ടാണേലും വെട്ടിയെടുക്കാം. അങ്ങനെ 20 പകുതി 10.25 അത് നമ്മൾ ഓർത്തിരുന്നോണം. എന്നിട്ട് ഇറക്കം ഒരു 6 ഇഞ്ച് ഇറക്കത്തിൽ അടയാളപ്പെടുത്തണം. അടയാളപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ ചെരിച്ച് അടയാളപ്പെടുത്തണം, വരച്ചെടുക്കണം. ഈ വരച്ചെടുത്തേക്കുന്നത് നമ്മൾ നേരെ പകുതിയാണ്, കോളറിൻ്റെ നേരെ പകുതിയാണ്. അത് അളന്നെടുക്കണം. മുകളിൽ നിന്ന് താഴോട്ട് ടേപ്പ് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ വളച്ച് കൊണ്ടുവന്ന് അളന്ന് 10.25 കിട്ടണം. അപ്പം നമുക്ക് 20 അവിടെ റൗണ്ട് കോളറിൽ കിട്ടും. 10.25 അവിടെയായിട്ടൊരു വരയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഞാൻ കോളറിൻ്റെ വീതി 1 ഇഞ്ചാണ് ഇടുന്നത്. 1.25 വേണ്ടവർക്ക് 1.25 കൊടുക്കാം. 3/4 ഇഞ്ച് മതിയെങ്കിൽ അത് കൊടുക്കാം. പക്ഷേ 1 ഇഞ്ചാണ് ഒരു ഭംഗിയെ. അങ്ങനെ 1 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ വരച്ചു കൊടുക്കണം. എളുപ്പമാണ് ഈ ഒരു കട്ടിങ്. നമുക്കിങ്ങനെയൊക്കെ വരയ്ക്കുന്ന കാണുമ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് 2-3 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മതിയേ. അപ്പം നമുക്കിതെങ്ങനെയാണ് ഇതിൻ്റെ അളവ് വരയ്ക്കുന്നതും എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കണേ. അപ്പോൾ മനസ്സിലാകും. ഇനി ഈ ഏറ്റവും താഴ്ഭാഗത്ത് ഇത് ഫ്രണ്ട് വശമാണ്, ഒന്ന് ചെരിച്ച് കൊടുക്കുക. ഒരു ഷേപ്പിന് വേണ്ടിയാണ്. ചെരിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചരിക്കുന്നതായിരിക്കും ഒരു ഭംഗി. ഇനി അത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. അങ്ങനെ കോളറ് കട്ടിങ് കഴിഞ്ഞു. ഈ ഒരു കോളറ് നമ്മൾ നൈറ്റി തുണിയിൽ നിന്ന് നമ്മൾ വെട്ടിയ ബാലൻസ് പീസിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അയൺ ചെയ്ത് കൊടുത്താൽ മതിയേ. അടിച്ച് പിടിപ്പിക്കുന്നവരും ഉണ്ടായിരിക്കും, സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നവരുണ്ട്. എങ്കിലും നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പമേ. സ്റ്റിച്ച് ചെയ്യാൻ ഏറ്റവും എളുപ്പം നമ്മൾ തുണിയിലോട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഈ തുണി കട്ട് ചെയ്ത് കാണിക്കാത്തത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഈ നൈറ്റിയുടെ നമ്മൾ കട്ട് ചെയ്ത ബാലൻസ് പീസിലോട്ട് ഇതുപോലെ നമ്മൾ അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തേച്ചാൽ മതി. അല്ലെങ്കിൽ ഇത്ര മീറ്റർ തുണി അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ വേണമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്നോർത്താണ്. ഇനി അതിൻ്റെ ഒരു 1/4 ഭാഗം, മുകൾ ഭാഗവും താഴ്ഭാഗവും ഒരു 4 ഇഞ്ച് ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ ആ കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്ന ഭാഗം ആ സ്റ്റിപ്പയിലോട്ട് തന്നെ നമ്മൾ മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. താഴ്ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അറിയാമല്ലോ എൻ്റെ ഏത് ഭാഗത്താണ് അടിക്കുന്നതെന്നുള്ളത്, സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് അറിയാമല്ലോ. ഇനി ഈ സ്റ്റിപ്പ് നമ്മുടെ തുണി വേറൊരു നൈറ്റി പീസിലോട്ട് തന്നെ അതുപോലെ തന്നെ വെച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് ആ മടക്കി അടിച്ചടവില്ലേ അവിടത്തിൻ്റെ അതല്ല, അതിൻ്റെ തൊട്ട് മുകളത്തിൽ ആ വളഞ്ഞ് നമ്മൾ വെട്ടി വെച്ചേക്കുന്ന ആ ഭാഗത്തേക്കൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഇങ്ങനെ അകം ഭാഗമേ, അതിൻ്റെ ഉൾഭാഗം കണ്ടോ വളഞ്ഞിരിക്കുന്ന ആ ഭാഗം നോക്കി അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഈ ഒരു 2 സൈഡ് തയ്ക്കുന്നത് സൂക്ഷിച്ചാൽ മതിയേ. ഈ സൈഡൊന്ന് വളച്ച് നിർത്തി പതുക്കെ തയ്ച്ചാൽ മതി. അവിടെ സ്പീഡ് കൂടരുത്. അപ്പം നമ്മൾ ആ സ്റ്റിപ്പ് ഒട്ടിച്ചേക്കുന്നതിൻ്റെ ആ ഷേപ്പൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുവേ. കറക്റ്റ് തുണി വെട്ടിയിട്ട് തയ്ച്ചാലും മതി. അത് നിങ്ങൾക്കൊന്ന് എളുപ്പമാകട്ടെ എന്നോർത്താണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. നമ്മളത് കറക്റ്റൊന്നും വെട്ടാൻ നിൽക്കേണ്ട. നമ്മൾ ഇതുപോലെ അടിച്ചതിന് ശേഷം അതിൻ്റെ 1/4 ഇഞ്ച് ഇതിലിട്ടൊന്ന് വെട്ടിയെടുത്താൽ മതി. ഇതിൻ്റെ ബാലൻസ് ഇത് നമ്മൾ അതിനകത്തോട്ട് മറിക്കാനുള്ളതാണ്. എന്നിട്ട് കട്ട് ചെയ്ത് കളയുക. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ നമ്മുടെ താഴ്ഭാഗം നമ്മൾ ഒരു ഭാഗം മടക്കി സ്റ്റിപ്പെ കൂട്ടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറ ഭാഗം വേണം നമ്മൾ ചുരിദാറിലോട്ട് അടിച്ച് പിടിപ്പിക്കാൻ. അപ്പോൾ ഒരു 4 ഇഞ്ച് അതങ്ങനെ ആ സ്റ്റിപ്പ് കിടക്കുന്നതിനേക്കാളും ഒരു 4 ഇഞ്ച് വ്യത്യാസത്തിൽ വേണം വെട്ടിയെടുക്കാൻ. ആ സ്റ്റെപ്പിൻ്റെ ഒപ്പം വെട്ടിയെടുത്താൽ നമ്മൾ ആ മടക്കി അടിച്ചതിൻ്റെ ഒപ്പം വെട്ടിയെടുക്കരുത്. 4 ഇഞ്ച് നമ്മുടെ ചുരിദാറിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ പാകത്തിന് 4 ഇഞ്ച്, ആ 4 ഇഞ്ച് ഭാഗത്തിൻ്റെ സ്റ്റാർട്ടിങ് വേണം നമ്മൾ ചുരിദാറിലോട്ട് വെച്ച് പിടിപ്പിക്കാൻ. എൻ്റെ ആ വീഡിയോ കട്ടായിപ്പോയി ഇതിനകത്ത്. നല്ല സ്റ്റിപ്പ് ഒട്ടിക്കാത്ത ഭാഗം വേണം അടിച്ച് പിടിപ്പിക്കാൻ. അതിനുശേഷം അകം ഭാഗത്താണ് അടിച്ച് പിടിപ്പിക്കേണ്ടത്. അതിനുശേഷം ഈ സ്റ്റിപ്പ് നമ്മൾ ചുരിദാറിൻ്റെ നല്ല ഭാഗത്തോട്ട് മറിഞ്ഞു വരുന്ന രീതിയിൽ അടിച്ച് പിടിപ്പിക്കണം. ഇതൊന്നും വലിച്ച് പിടിച്ചടിക്കരുത്. സ്ലോ ആയിട്ട് പതുക്കെ തുണിയെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാവുള്ളേ. നമ്മൾ കോളർ ഇതിനകത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുമ്പം കോളറിൻ്റെ അകഭാഗത്തിൽ നിന്ന്, അതായത് ചുരിദാറിൻ്റെ ചീത്ത ഭാഗത്ത് വേണം അടിച്ച് പിടിപ്പിക്കാൻ. എന്നിട്ട് നല്ല ഭാഗത്തോട്ട് കോളറിൻ്റെ നല്ല ഭാഗം വരുന്ന രീതിയിൽ പുറമെ ഇതുപോലെ പുറംകാണി അടിച്ചെടുക്കുക. അങ്ങനെ കോളർ വെച്ചു. മനസ്സിലാകാത്തവർക്ക് കോളറിൻ്റെ വീഡിയോ മാത്രം ഒന്നുകൂടി ഇടാവേ.
ഇനി ഷോൾഡർ 4.5 ഇഞ്ചാണ് ഇതിൽ വന്നേക്കുന്നത്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് 4 ഇഞ്ച് വരണം. അപ്പോൾ ആ കറക്റ്റ് 4.5 ഇഞ്ച് രണ്ട് ഭാഗത്തും നമ്മളൊന്ന് ചോക്ക് കൊണ്ട് വരച്ച് കൊടുക്കണം. അതിൻ്റെ ഫ്രണ്ട് വശം ശരിയാക്കുന്നതിന് വേണ്ടിയാണ് വരച്ച് കൊടുക്കുന്നത്. നമ്മൾ ചുരിദാർ കട്ട് ചെയ്ത സമയത്ത് ഫ്രണ്ട് വശം നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടില്ലായിരുന്നേ. അത് ഈ ഒരു ടൈമിൽ വേണം ഫ്രണ്ട് ഭാഗം ഒരു 1/4 ഇഞ്ച് ആദ്യം ഒന്ന് വരച്ച് കൊടുക്കണം. വരച്ച് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് ഭാഗം 2 ഭാഗവും വരച്ച് കൊടുക്കുക. അതിന് ശേഷം കുഴിച്ച് വെട്ടണേ. എല്ലാവരും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രമേ കുഴിച്ച് വെട്ടത്തുള്ളൂ. ഞാനിവിടെ നമ്മുടെ സ്ലീവ് പിടിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പും സ്ലീവിൻ്റെ ഫ്രണ്ട് വശം, ബാക്കല്ല ഫ്രണ്ട് വശം ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ച് കയറ്റി വെട്ടിയെടുക്കുന്നുണ്ട്. ഇത് ഒറ്റ നോട്ടത്തിൽ വ്യക്തമായില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത് വീണ്ടും ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കണേ. എന്നിട്ട് വെട്ടിക്കഴിയുമ്പോൾ കറക്റ്റ് ആകുവേ. ഈ ചുരിദാറിൻ്റെ കൈക്കുഴിയുടെ ഫ്രണ്ട് ഭാഗവും സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും വെട്ടുമ്പോൾ തന്നെ നമുക്ക് കോളറിൻ്റെ ഇട്ട് കഴിയുമ്പോൾ ആ ഭാഗം നല്ല ക്ലിയർ ആയിട്ടിരിക്കുവേ. ഇത് ഫ്രണ്ട് ഭാഗം ഇറക്കിയില്ലെങ്കിൽ കൈപ്പിടുത്തം ഉണ്ടാകുവേ. ഇട്ട് കഴിയുമ്പോൾ ചുരിദാറിന് നമുക്ക് സ്ലീവിൻ്റെ അവിടെ നിന്നും കൊണ്ട് കൈക്കുഴിയുടെ അവിടെ കൊണ്ട് നല്ലൊരു പിടുത്തം ഉണ്ടാകും. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ കാണാനും ഭംഗിയായിരിക്കും, ഇടാനൊരു സുഖം ഉണ്ടാകും. സ്ലീവ് പിടിപ്പിക്കുകയാണ് വേണ്ടത്. ഫ്രണ്ട് വശം അതുപോലെ സ്ലീവ് ഇങ്ങനെ ഇട്ടിട്ട് ഫ്രണ്ട് വശം മാത്രമേ വെട്ടാവുള്ളൂ. നമ്മൾ സ്ലീവ് എങ്ങനെയാണോ ചുരിദാറിലോട്ട് അടിച്ച് പിടിപ്പിക്കുന്നത് അതുപോലെ വെച്ചതിന് ശേഷം ഫ്രണ്ട് വശം വെട്ടിയെടുക്കാവുള്ളൂ. അല്ലാതെ ആദ്യമേ നമ്മൾ കയറി ഫ്രണ്ട് വശം വെട്ടരുത്. അത് ബാക്ക് വശമായി പോകാൻ ചാൻസ് ഉണ്ട്. തുടക്കക്കാരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. അങ്ങനെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. ഇനി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെസ്റ്റ് വണ്ണം എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമുക്കിവിടെ ഈ ചുരിദാറിൻ്റെ ചെസ്റ്റ് വണ്ണം 38, അതിൻ്റെ കൂടെ 6 ഇഞ്ച് കൂട്ടണം. അപ്പം 44. ഈ 44 ഇഞ്ചാണ് നമുക്ക് ഈ ചെസ്റ്റ് വണ്ണം വരേണ്ടത്. അപ്പം അതിൻ്റെ പകുതി വേണം നമ്മൾ ഒരു സൈഡിലിടാൻ. നമ്മൾ 2 സൈഡാണല്ലോ, ബാക്ക് വശം ഫ്രണ്ട് വശം. അതിൽ ഫ്രണ്ടിൽ അതിൻ്റെ നേരെ പകുതി 22, 44 ഇഞ്ച്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ 22 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് വണ്ണം ഒരു സൈഡിൽ അടയാളപ്പെടുത്തേണ്ടത്. ഈ 6 ഇഞ്ച് കൂട്ടിയിട്ട കറക്റ്റ് വണ്ണമായിരിക്കുമേ. അഥവാ ഒരു കൈക്കുഴിയുടെയൊക്കെ ആ ഭാഗം നോക്കി ഒരു 1/4 ഇഞ്ചെങ്ങാനും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇട്ട് കഴിഞ്ഞൊരു ലൂസ് വന്നെങ്കിലേ ഉള്ളേ. അല്ലാതെ അതിന് കൂടുതലായിട്ട് വണ്ണം വരികയോ വണ്ണം ഒട്ടും കുറഞ്ഞു പോകത്തുമില്ലേ. തുടക്കക്കാർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് 6 ഇഞ്ച് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 6 ഇഞ്ച് കൂട്ടി ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തുക കേട്ടോ. 6 ഇഞ്ചെന്ന് പറയുമ്പം 38ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 44, 44ൻ്റെ നേരെ പകുതി ഈ വൺ സൈഡിൽ കൊടുക്കണം. ഒരു സൈഡിൽ 22, ബാക്ക് സൈഡിൽ 22, അങ്ങനെ ടോട്ടൽ 44. അതുപോലെ തന്നെ ഷേപ്പ് വണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എത്ര കൊടുക്കണമെന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ചുരിദാറിൻ്റെ ഷേപ്പ് 34ആണ്. ഷേപ്പിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടുക, അപ്പോൾ 37. നമ്മൾ ഏതാണേലും ചുരിദാർ, ഫ്രോക്ക്, ഗൗണ് എന്തുവാകാം, അത് നമ്മളുടെ ഷേപ്പിൻ്റെ കൂടെ 3 ഇഞ്ച് കൂടുതൽ കൂട്ടാവുള്ളൂ. ചെസ്റ്റ് വണ്ണം എങ്ങനെയാണെന്ന് ചോദിച്ചെങ്കിൽ 6 ഇഞ്ച് കൂട്ടണം, ഷേപ്പ് വണ്ണം 3 ഇഞ്ച് കൂട്ടണം, അത്രയേ ഉള്ളൂ. ആ 3 ഇഞ്ച് കൂട്ടുമ്പോഴത്തേക്കും 37, അതിൻ്റെ പകുതി 18.5, ഒരു സൈഡിൽ 18.5 അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് വേണ്ടത് സ്ലിറ്റ് വണ്ണമാണ്. ഇനി സ്ലിറ്റ് വണ്ണം നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ എത്ര അളവാണോ ചെസ്റ്റ് വണ്ണത്തിന് കൂട്ടിയിട്ടത് അതേ അളവ് തന്നെ സ്ലിറ്റിനും കൂട്ടിയിടുക. ഇപ്പം നമ്മൾ ചെസ്റ്റിന് 44 അല്ലേ ഇട്ടേ, അതേ 44 തന്നെയാണ് സ്ലിറ്റിനും വേണ്ടത്. അഥവാ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അല്പം ലൂസായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ 44 എന്നുള്ളത്, അതായത് ഈ 6 ഇഞ്ച് കൂട്ടുന്നതെന്നുള്ളത് 1 ഇഞ്ചും കൂടെ കൂട്ടി 7 ഇഞ്ച് കൂട്ടിയിടുക. അപ്പം 44 എന്നുള്ളത് 45 ആകും. അത്രയുള്ള വ്യത്യാസമേ. കറക്റ്റ് ഷേപ്പ് സ്ലിറ്റിൻ്റെ അവിടെ കറക്റ്റ് വണ്ണത്തിൽ നിൽക്കേണ്ടവർക്ക് ചെസ്റ്റ് വണ്ണം നമ്മൾ എത്രയാണോ അടയാളപ്പെടുത്തിയത് അതേ സെയിം അളവ് തന്നെ സ്ലിറ്റിലും കൊടുത്താൽ മതി. പിന്നെ അല്പം ലൂസായിട്ട് സ്ലിറ്റ് അകന്ന് പോകരുത്, ഒത്തിരി അകന്നല്ല, എന്നാലും കൂടുതലായിട്ട് ഒതുങ്ങി നിൽക്കണമെന്ന് തോന്നുന്നവർക്ക് 1 ഇഞ്ചും കൂടെ കൂടുതലിട്ടാൽ മതി. അത്രയേ ഉള്ളൂ. ഇതാണ് ഒരു ചുരിദാറിൻ്റെ ഫുൾ രീതി. ബാക്കി സ്ലിറ്റ് അടിക്കാനൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാം.
നമ്മുടെ ഈ സ്ലിറ്റ് നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ്, സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു താഴോട്ടുള്ള ഭാഗം എന്തെങ്കിലും ഒരു ചെറിയ വളവുണ്ടെങ്കിൽ അവിടെ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ മടക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്ന് കുത്തി കൊടുക്കാം. അങ്ങനെ മുട്ടുസൂചിയോ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തി തന്നെ നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വലിച്ച് പിടിച്ച് തുണി നല്ലപോലെ കൈകൊണ്ട് വലിച്ച് പിടിച്ചടിക്കരുത്. ആ തുണി, അതായത് ചുരിദാർ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്തു നിന്ന് കറക്റ്റ് വളവില്ലാത്ത രീതി താഴോട്ട് ആദ്യം മടക്കി വെക്കുക. അതേ അറ്റത്ത് അതേ മടക്കി തന്നെ നമ്മൾ ഇതുപോലെ സ്ലിറ്റ് കറക്റ്റ് ചെയ്തതിന് ശേഷം ആ സെയിം അളവിൽ കൂടെ മേള് വരെ അടിക്കാമെങ്കിൽ വലിക്കരുത്. ചുരിദാർ ഒരിക്കലും വലിച്ച് പിടിച്ചടിക്കരുത്. വലിച്ച് പിടിച്ച് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്ലിറ്റ് വളഞ്ഞു കിടക്കും. അതാണ് അവിടുത്തെ ആ സ്ലിറ്റ് വളയുന്നതിൻ്റെ കാരണം. അതാണ് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു ടെൻഷനുണ്ട്, സ്ലിറ്റ് വളഞ്ഞു പോകുമെന്ന്. അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ സ്ലിറ്റ് തയ്ക്കുക. ആദ്യം തൊട്ട് കട്ട് ചെയ്യുന്നത് തൊട്ട് ഒന്ന് നോക്കി കറക്റ്റ് ചെയ്യുവാണെങ്കിൽ സ്ലിറ്റ് വളഞ്ഞു പോകത്തില്ല. ഇതിൻ്റെ കറക്റ്റ് രണ്ട് യോജിക്കുന്ന ഭാഗം എത്തുമ്പോൾ സൂചി കറക്റ്റ് അവിടെ നിർത്തിയതിന് ശേഷം കുത്തി നിർത്തിയിട്ട് ഈ സൈഡിലോട്ട് ചെരിച്ച് പിടിക്കണം. ചെരിച്ചിട്ട് ആദ്യ ഭാഗത്ത് നമ്മൾ മടക്കിയതുപോലെ തന്നെ താഴെ വരെ ഇത് മടക്കി നോക്കണം. അത് നമുക്ക് മെഷീനെ വെച്ച് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഇങ്ങനെ മടക്കിയിട്ട് അതേ അളവിൽ തന്നെ കറക്റ്റ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ പറയുന്ന പോലെ തന്നെ വളച്ച് പിടിക്കരുത്. പതുക്കെ സ്ലോ ആയിട്ട് നമ്മൾ തുണിയേൽ തൊട്ടിട്ടുണ്ടെന്ന് പോലും തോന്നാത്ത രീതിയിൽ തുണി പിടിക്കാവുള്ളൂ. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ആ തുണി ഒരിക്കലും ചുളുങ്ങിയിരിക്കരുത്. അതാണ് തുണിയെ പിടിക്കുന്നതിൻ്റെ രൂപം. അന്നേരം നമുക്ക് കറക്റ്റ് ആകുക സ്റ്റിച്ചിങ്. ഏകദേശം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരിട്ടല്ലല്ലോ ഈ വീഡിയോയിലൂടെ കാണിച്ച് തരുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് ഇതിലും ക്ലിയറായിട്ട് ചെയ്തു തരുന്ന വീഡിയോസ് പലതും പോയി കാണണമെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇനി എന്തെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാകാനുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതുപോലെ തയ്ച്ച് നോക്കിയാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചുരിദാർ ഇടാം എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ കോളർ മാത്രമായിട്ട് വീഡിയോ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ കോളർ മാത്രമായിട്ട് കട്ട് ചെയ്ത് പിടിപ്പിക്കുന്നത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. പിന്നെ ഈ വീഡിയോ ഒത്തിരി ലെങ്തായി പോയതുകൊണ്ട് 2-3 പ്രാവശ്യം ഡൗൺലോഡ് ചെയ്തു വീണ്ടും തിരിച്ചെടുത്ത് അങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ വീഡിയോ വരാൻ താമസിച്ചത്. ഓക്കെ, താങ്ക് യു.